ഹേ ഗൈസ്, ടിങ്കുന്റെ ഒരു വലിയ ബിസിനസ് ഡീലിന് നമ്മ മംഗലാപുരം വരെ വന്നു. ഇവിടെ ഒരു സ്പോട്ടിൽ കയറിയിട്ട് കാര്യമായിട്ട് നെഗോസിയേഷൻ എല്ലാം നടന്നുകൊണ്ട് ആ ഗ്യാപ്പിൽ നമുക്ക് എന്തായാലും തിന്നാന്ന് പറഞ്ഞിട്ട് നമ്മ അവിടെ കയറിച്ചിരുന്നു. അപ്പുറത്ത് നോക്കുമ്പോ ഒരു തട്ടിപ്പ് 1995 എന്ന് പറഞ്ഞിട്ട് 2025 ഫോട്ടോ ഇട്ടിട്ട് ആടെ നമ്മളെ മണ്ടലാക്കുന്നത്. നമ്മളെ ടിങ്കുന്റെ അടുത്ത് കളി ഇത്രയും വലിയ ബിസിനസ് ഡീലാക്കുന്ന ടിങ്കുന് അത് ഈസി ആയിട്ട് മനസ്സിലായി. അപ്പോഴത്തേക്ക് ഒരു പലയിൽ കുറച്ച് ലേസും കുറച്ച് സാധനം കൊണ്ടു തന്നു. ടിങ്കുന്റെ ഡീല് സെറ്റ് ആയ സന്തോഷത്തിൽ നമ്മ സാൻഡ്വിച്ച് എല്ലാം കുത്തിക്കയറ്റി. എന്ത് സാൻഡ്വിച്ച് എന്തെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമില്ല, നമ്മളെ നെയ്പ്പത്തിലും കോഴിക്കരും പൊട്ടിക്കരിന്റെ അടുത്തേക്ക് ഈ സാധനം എത്തുപോലും ഇല്ല. 1 ഇയറിന്റെ ബിസിനസ് ഡീൽ ടിങ്കു പാസ്സാക്കി. അതിനോണ്ട് ആ സന്തോഷത്തിൽ രണ്ട് ജ്യൂസ് എല്ലാം അടിച്ചു കയറ്റിക്കൊണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേന് ഇതാ ബർഗർ. എനിക്ക് ഈ ബർഗർ തരപ്പെടുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെല്ലാം ടിങ്കുവിന് തന്നെ കൊടുത്തിട്ട് നമ്മ അടുത്ത് ധരിച്ചു. ഏടൊരിടത്ത് ബ്രാൻഡഡ് സാധനം ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ട് പറഞ്ഞിട്ട് അടുത്തേക്ക് ധരിച്ചു. അപ്പോഴത്തേക്ക് ടിങ്കുന് ഈ ബിൽഡിംഗ് കാണുമ്പോൾ എന്തോ ഒരു തോന്നണം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമന്റ് അടിക്കണേ. സ്പോട്ടിലേക്ക് എത്തിയപ്പോ നല്ല ബ്രാൻഡഡ് സാധനം എല്ലാം നല്ല ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ട്. ഡിസ്കൗണ്ട് എന്ന് കേട്ടപ്പോ എന്നെ ടിങ്കു ആടുള്ള എല്ലാ സാധനം തൂക്കി പെറുക്കി എടുത്തോണ്ട് ഞങ്ങൾ കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞിട്ട് ആ മൂഞ്ചിലെ തിരിച്ചറിഞ്ഞു. ഇവിടെയുള്ള സൈസ് എല്ലാം പറ്റ വലുത് 42, 50 എന്നല്ലോ. നമ്മളെ സൈസിലെ ഒരു പാന്റ്, ഒരു ഷർട്ട്, ഒരു സാധനം ഇവിടെ ഇല്ല. സാരമില്ല, ഷെഡി ആയാലും നമ്മളെ സൈസിൽ ഉണ്ടാന്ന് നോക്കുമ്പോഴത്തേക്ക് അതും ഇല്ല. എന്തവസ്ഥ ഇത്. ഇനിയാടെ നിന്നാ നമുക്ക് ഡിപ്രഷൻ അടിക്കുന്ന പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങിയിട്ട് കുറച്ച് പെർഫ്യൂം ഉണ്ടായി. വില ചോദിച്ചിട്ട് നമ്മൾ 6000 ഡിസ്കൗണ്ട് ആക്കി 4000 തരാം. പിന്നെ എന്ത് നോക്കില്ല, സാധനം എടുത്ത് നല്ല മണം. അപ്പൊ പണം പോട്ടെ മണം വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മ അത് എടുത്തിട്ട് നേരെ പുരക്ക് പോയി. അത്രേ ഉള്ളൂ ഉമ്മ.